അങ്ങനെ എന്തായാലും നമ്മുടെ സുധീഷ് നിധിയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. നിധി ആണെങ്കിൽ വരുന്നുണ്ട്. നിധി വാതിലൊക്കെ അടച്ചിട്ട് ആക്കണ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി ഒരു പുതപ്പ് തരുമോ, ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി ഒരു പുതപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സുധീഷ് അതൊക്കെ പുതച്ച് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി നീ ഇവിടെ ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ടല്ലേ കഴിഞ്ഞത്, നീ പാവാണ് കേട്ടോ, എൻ്റെ വീട്ടിൽ നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നീ അഡ്ജസ്റ്റ് ചെയ്യണേ, ഞാൻ എത്രയും പെട്ടെന്ന് ഒരു നല്ല വീടൊക്കെ വെച്ച് നിനക്കൊരു എ സി ഒക്കെ ഫിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, എ സി ഒക്കെ ഫിറ്റ് ചെയ്യണ്ടായിക്കോട്ടെ, അത് ഹോളിൽ മതി, എല്ലാവർക്കും എ സിയിൽ ഇരിക്കാമല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നത്, നിൻ്റെ മനസ്സ് എത്ര നല്ലതാണ് നിധി, നീ എല്ലാവരെയും സ്നേഹിക്കണ്ടല്ലോ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധിക്ക് ഉറക്കം വരുന്നുണ്ട്. നിധി ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധിനെ നന്നായിട്ട് നോക്കിയിട്ട് കിടക്കുന്നുണ്ട്. നിധിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കും, അപ്പുറത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വീട്ടിൽ നികേഷ് ഇരുന്ന് പഠിക്കുകയാണ്. നികേഷ് രാത്രി ഇരുന്ന് പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാസ്കരൻ കയറി വരുന്നത്, പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇത് കഴിച്ചോളാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, വേണമെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞ് ഭാസ്കരൻ ഇന്ന് കഴിക്കുന്നുണ്ട്. റേഡിയോയിൽ പാട്ടൊക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷിന് ദേഷ്യം വന്നിട്ട് ആ പാട്ട് ഓഫ് ചെയ്യേണ്ടത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ വേഗം ചെന്നിട്ട് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയും എൻ്റെ അമ്മ എവിടെയാണ്, എൻ്റെ അമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, നിങ്ങൾ എൻ്റെ അമ്മ ശരിക്കും കല്യാണം കഴിച്ചതാണോ, നിങ്ങൾ എൻ്റെ അമ്മേനെ കൊന്നോ, സുഭാഷ് ഏട്ടൻ്റെ അമ്മയെ കൊന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭാസ്കരൻ നികേഷിനോടൊന്നും പറയാൻ കൂട്ടാക്കാതെ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നികേഷിന് ദേഷ്യം വന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തായാലും കാണിക്കുന്നത് നമ്മുടെ ഹരീഷ് രാവിലെ പല്ലേക്കുന്ന സമയത്താണ് അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. എന്താ മെസ്സേജ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ നീതു ഗുഡ് മോർണിംഗ് അയച്ചിരിക്കുകയാണ്. നീതുവിൻ്റെ ഗുഡ് മോർണിംഗ് കാണുമ്പോൾ അവൻ തിരിച്ചയക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അയക്കാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എന്താ അടുത്ത് അയക്കേണ്ട, ഹാർട്ടാണോ എന്താ ഇടേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നികേഷ് വന്ന് ചോദിക്കുന്നത്, ആർക്കാണ് ഈ മെസ്സേജ് അയക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവൻ പേടിച്ച് വിറച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.